ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കാന്ത എന്ന സിനിമ സെപ്റ്റംബറിലേക്ക് റിലീസ് നീട്ടിയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ ഒരു ഡേറ്റ് കൂടി പുറത്തു വരുമ്പോൾ ദുൽഖർ വസീസ് SK ക്ലാഷ് കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിൽ ആവർത്തിക്കാനിട്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മദ്രാസി സെപ്റ്റംബർ 5-ാം തീയതി തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച ശിവകാർത്തികേയൻ സിനിമയാണല്ലോ. ഇപ്പോഴത്തെ ഈ ചിത്രത്തോടൊപ്പം സെപ്റ്റംബർ 5-ന് തന്നെ ദുൽഖർ നായകനെത്തുന്ന കാന്തയും തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ദിവാലി റിലീസായിട്ടായിരുന്നു അമരൻ വസീസ് ലക്കി ഭാസ്കർ ക്ലാഷ് ഉണ്ടായിരുന്നത്. അതിൽ വലിയ വിജയമായിട്ട് മാറിയത് അമരൻ എന്ന സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തവണത്തെ ക്ലാഷിനായിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. ഓടും കുതിര ചാടും കുതിര സെപ്റ്റംബർ 5-ന് ഒരു ദിവസം മുന്നേ സെപ്റ്റംബർ 4-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. ഫഹദ്, കല്യാണി പ്രിയദർശൻ തുടങ്ങിയവരെ സിനിമയിൽ അഭിനയിക്കുന്നു. ഇന്ത്യൻ സിനിമയിലെ തന്നെ അടുത്ത വലിയ ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ രാമായണ. ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ സെൻസർ ചെയ്തിരിക്കുന്നുവെന്നും 3 മിനിറ്റിലധികം ഡ്യൂറേഷനുള്ള ആ ടീസർ വരുന്ന ജൂലൈ 3-ാം തീയതി പുറത്തു വന്നേക്കുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. രാമായണ ആദ്യ ഭാഗം അടുത്ത വർഷം ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. നിലവിൽ മലയാളത്തിൽ കൈനിറയെ സിനിമകളുള്ള ഒരു നടൻ എന്ന് നിസ്സംശയം പറയാവുന്ന നടനാണല്ലോ നമ്മുടെ നിവിൻ പോളി. നിവിന്റെ വരാനിരിക്കുന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നാളെ വരികയാണ്. നിവിനെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ നിവിന്റെ നെക്സ്റ്റ് ലുക്ക് നാളെ വൈകിട്ട് 7 മണിക്ക് പുറത്തു വരുമെന്നൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ റിലീസ് തീയതി അപ്ഡേറ്റ്, ഒപ്പം തന്നെ സിനിമയുടെ ടൈറ്റിൽ അപ്ഡേറ്റ് എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് സർവം മായ എന്ന് പേരിട്ടിരിക്കുന്നുവെന്നും സിനിമയുടെ റിലീസ് ഈ വർഷം ഡിസംബർ 19-ലേക്ക് ചാർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. കാത്തിരിക്കാം ക്രിസ്മസ് റിലീസ് ചിത്രത്തിന്റെ ലുക്ക് നാളെ കാണുവാനായിട്ട്. നമ്മുടെ മലയാളം സംവിധായകൻ ജിത്തു മാധവന്റെ സംവിധാനത്തിൽ സൂര്യ നായകനായി എത്തുന്ന സിനിമയാണല്ലോ സൂര്യ 47. സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ ജൂലൈ മാസം തന്നെ വരാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ വർഷാവസാനത്തോടെ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് അഭിനേതാക്കൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആവേശത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരുപാട് പേർ ഈ സിനിമയുടെ ഭാഗമായേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിൽ സിനിമയിൽ സൂര്യ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പോലീസ് വേഷത്തിൽ അവതരിപ്പിക്കുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് ലാലേട്ടനോട് ഡേറ്റ് ആവശ്യപ്പെട്ട ഒരു സംവിധായകനാണല്ലോ ജൂഡ് ആന്റണി. പലതവണ ജൂഡ് ഇതിനോടൊപ്പം തന്നെ ലാലേട്ടനെ സമീപിച്ചു. ചില സിനിമകൾ റിജക്റ്റ് ആക്കപ്പെട്ടു തുടങ്ങിയ റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ്. ഇപ്പോഴത്തെ വീണ്ടും ലാലേട്ടനെ സമീപിച്ചപ്പോൾ ഒരു ഗ്രീൻ സിഗ്നൽ ലാലേട്ടനിൽ നിന്നും ലഭ്യമായിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പ്രൊജക്ട് ഓൺ ആകുകയാണെങ്കിൽ ആശീർവാദ സിനിമാസ് ആയിരിക്കും നിർമ്മിക്കുക. എന്തായാലും പ്രൊജക്ട് ഓൺ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നേരത്തെ തുടരും 2018-ന്റെ കേരള IH മറികടന്നപ്പോൾ അത് ലാലേട്ടനെ വെച്ച് താൻ തന്നെ തൂക്കുമെന്ന് ജൂഡ് ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.